സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ആന മണ്ടത്തരം ഇത്രയും കാലം ഫുട്ബോൾ ഫോളോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബ്രസീലിലെ ഫുട്ബോളിൻ്റെ, അവിടുത്തെ ലീഗ് നടത്തിപ്പിൻ്റെ, അവിടുത്തെ റഫറിയിങ്ങിൻ്റെ ഏറ്റവും പരിതാപകരമായ ഒരു മുഖമാണ് നമ്മളിന്ന് കണ്ടത്. നെയ്മർ ജൂനിയറെ റഫറി തീരുമാനിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ടാം പകുതിയിലാണ് സംഭവം. സാൻഡോസ് വേഴ്സസ് കോർട്ടിബ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ നെയ്മർ ജൂനിയർ സൈഡ് ലൈനിൽ ഒരു ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയാണ്. ആ ഘട്ടത്തിൽ സാൻഡോസ് എസ്കോബാറിനെ പിൻവലിച്ച് റോബ്സൺ ജൂനിയറെ കളിക്കളത്തിലേക്ക് വിടാൻ തീരുമാനിക്കുകയാണ്. കോച്ച് കൂക്ക അതാണ് ഫോർത്ത് ഒഫീഷ്യലിനെ അറിയിക്കുന്നത്. സംഭവിച്ചതോ, ഫോർത്ത് ഒഫീഷ്യൽ തെറ്റായിട്ട് 10ാം നമ്പർ കാണിക്കുന്നു. നെയ്മർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന എസ്കോബാറിന് പകരമെന്ന്. എസ്കോബാർ കയറാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് വന്നതാണ്, ടച്ച് ലൈനിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോഴാണ് നമ്പർ മാറി കാണുന്നത്. നെയ്മർ അതിൽ വലിയ രൂപത്തിൽ കലിപ്പിലായി. ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം ഇറങ്ങി. റഫറി യെല്ലോ കാർഡ് കൊടുത്തു. പിന്നെ ആകെ വിഷയം, ഫോർത്ത് ഒഫീഷ്യൽ എന്ത് പറഞ്ഞാണ് ഈ ന്യായീകരിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കാരണം കൃത്യമായിട്ട് എഴുതി കൊടുത്തതാണ് നെയ്മർ അല്ല എസ്കോബാറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്ന്. എന്നിട്ടും പിന്നെ ന്യായീകരണമാണ്. നെയ്മർ ജൂനിയർ കലിപ്പിലായിട്ട് ആ എഴുതി കൊടുത്ത ഷീറ്റ് ഇങ്ങ് വലിച്ചെടുത്തിട്ട് ക്യാമറക്ക് മുന്നിൽ കൃത്യമായിട്ട് കാണിച്ചു. ആ കുറിപ്പിൽ വളരെ കൃത്യമായിരുന്നു നെയ്മറെ അല്ല കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എഴുതി കൊടുത്തത്, അത് എസ്കോബാറിനെ ആയിരുന്നു എന്ന്. എന്തൊക്കെ കോമഡികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ആനമണ്ടത്തരം റഫറിക്ക് പറ്റിയ മത്സരം. ആ മത്സരത്തിൽ സാൻഡോസ് 3-0 പൊട്ടി. അപ്പോൾ ഇതിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ദേശീയ ഗാനത്തിൻ്റെ സമയത്ത് കണ്ണുനീരൊഴുക്കുകയാണ്, വളരെ വികാരഭരിതനായിട്ട്. ഒരു പക്ഷേ നാളെ കാർലോ അഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ചിന്തകളിലായിരിക്കണം താരം കരഞ്ഞത്. വലിയ രൂപത്തിൽ അത് വാർത്തയായി. പിന്നീടാണ് കളിയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് കോർട്ടിബയുടെ ഒരു താരം, സാൻഡോസിൻ്റെ കളിക്കാർ, സാൻഡോസിൻ്റെ ആരാധകർ കോർട്ടിബയ്ക്കെതിരെ ചാൻറ്റ് ചെയ്തതിന് മറുപടിയായിട്ട് തൻ്റെ ദേഹത്തുള്ള കോപ്പ ലിബർട്ടഡോറസിൻ്റെ ആ ഒരു ടാറ്റു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നെയ്മർ ജൂനിയർ സ്വാഭാവികമായിട്ടും അതിൽ പ്രകോപിതനായി ആ താരവുമായിട്ടൊന്ന് ഉടക്കി. അങ്ങനെ കുറേ സീൻസ് വേറെയും ഉണ്ടായി. ആകെ വല്ലാത്തൊരു മെസ്സി ആയിട്ടുള്ളൊരു കളിയായിരുന്നു. 3-0 പക്ഷേ കോർട്ടിബ ഒടുവിൽ വിജയിച്ചു. കളിയുടെ 4ാമത്തെ മിനിറ്റിലാണ് ലോപ്പസ് ഗോൾ അടിക്കുന്നത്. ആ ലോപ്പസാണ് പിന്നീട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ താരം എന്ന കാര്യം കൂടി ഓർക്കുക. 4ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോളിലൂടെ അവർ ലീഡിലേക്ക് കടന്നു. അദ്ദേഹം തന്നെ വീണ്ടും അടുത്ത ഗോളും, ബ്രനോ ലോപ്പസ് അടുത്ത ഗോളും നേടുകയുണ്ടായി. അങ്ങനെ 2-0 അവർ ലീഡിലേക്ക് കടന്നു. ഒടുവിൽ കളിയുടെ 38ാമത്തെ മിനിറ്റിൽ ഓസു പെനാൽറ്റിയിലൂടെ അടുത്ത ഗോൾ നേടി 3-0 അവർ ലീഡിലേക്ക് പോയി. ആദ്യ പകുതിയിലെ പൊസിഷൻ മാറി രണ്ടാം പകുതിയിൽ നെയ്മർ നല്ല രൂപത്തിൽ കളിച്ച് വരുമ്പോഴാണ് റഫറിയുടെ ഈ ആന പൊട്ടത്തരം മണ്ടത്തരം സംഭവിക്കുന്നത്. ഏതായാലും വഴിയിലിന് പിന്നീട് റെഡ് കാർഡും കിട്ടി. സാൻഡോസ് ഏതായാലും 3-0 പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നെയ്മർക്ക് പരിക്കൊന്നുമില്ല. അത്തരം ആശങ്കയൊന്നും വേണ്ട. അദ്ദേഹം നാളത്തെ വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.